നൽകിയത്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത് ഭൂമിക്കടിയിലെ മണ്ണ് തെന്നി മാറിയതിനാകാമെന്ന വിലയിരുത്തലിലാണ് വിദഗ്ധ സംഘമുള്ളത്. വിശദമായ റിപ്പോർട്ട് സംഘം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. മഴയാണോ നിർമ്മാണത്തിലെ അപാകതയാണോ ഇതിന് വഴിവെച്ചത് എന്നതിന് വിശദമായ പഠനത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. അതേസമയം ദേശീയപാത 66 ചേർന്ന് കണ്ണൂരും കാസർകോടും മണ്ണിടിച്ചിലുണ്ടായതും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. കണ്ണൂരിൽ തളിപ്പറമ്പ് കുപ്പത്ത് ഇന്നലെ 2 തവണ മണ്ണിടിഞ്ഞു. വീടുകളിലേക്ക് ചെളിയും മണ്ണും കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മലപ്പുറത്ത് നിന്ന് CB അനുമോദും ഒപ്പം കാസർകോട് നിന്ന് KV ബൈജുവും ചേരുന്നു. വിവരങ്ങളുമായി ആദ്യം മലപ്പുറത്തേക്കാണ്, അനുമോദിലേക്കാണ്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വല്ലാത്തൊരു ആശങ്കയിൽ കൂടിയാണ് മലപ്പുറത്തെ കൂരിയാട്ട് നിവാസികളൊക്കെ കടന്നുപോകുന്നത്. നമ്മളത് കണ്ടതാണ്. ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും. ആ പ്രതിഷേധം തുടരും. ഇന്ന് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഒപ്പം വിദഗ്ധ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. അവരുടെ റിപ്പോർട്ട് എപ്പോഴത്തേക്ക് ലഭിക്കും? അതിലെന്താണ് വിദഗ്ധ സംഘം ഇന്നലെ എന്താണ് പറഞ്ഞത്? അനുമോദ്. ഭവ്യ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ദേശീയപാത 66 നിർമ്മാണത്തിലിരിക്കെ, അതായത് നിർമ്മാണം പൂർത്തിയാകാൻ ഏകദാനം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സർവീസ് റോഡ് ഇടിഞ്ഞു വീഴുകയും വലിയ ഒരു ദുരന്തം തലനാരിഴയ്ക്ക് വഴിമാറിപ്പോവുകയും ചെയ്തത്. ഇതിന്റെ ഒരു കാരണത്തെക്കുറിച്ച് നാട്ടുകാർ ആശങ്കപ്പെട്ടതുപോലെ തന്നെ ഉള്ളൊരു അഭിപ്രായമാണ് വിദഗ്ധ സമിതിയും പ്രാഥമികമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണിന്റെ ഒരു പ്രശ്നമാണ്. ഈ മുകളിൽ വലിയ ഭാരം വന്ന് അമർന്നപ്പോൾ മണ്ണ് തെന്നി മാറിയതാണ് ഈ ഒരു അപകടത്തിന്റെ ഒരു കാരണമായിട്ട് പ്രാഥമികമായിട്ട് അവർ വിലയിരുത്തുന്നത്. വലിയ തോതിൽ മണ്ണിട്ട് നികത്തിയാണ് ആ ഒരു മേഖലയിലൂടെ ദേശീയപാതയും സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുതന്നെ ദേശീയപാത 60 പാത കോൺക്രീറ്റ് കട്ടകളിൽ സിമന്റ് കട്ടകൾ കൊണ്ടും ആണ് ഈ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം അതിന്റെ ഭാരം ഈ നികത്തിയ മണ്ണിന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ ഉണ്ടാവുകയും ഭൂമിക്കടിയിലെ മണ്ണ് തെന്നിമാറുകയും ചെയ്തതാണ് ആ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയതെന്നൊരു പ്രാഥമിക നിഗമനമാണ് വിദഗ്ധ സമിതി ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആ മേഖലയിൽ ജലസ്രോതസ്സുകൾ കടന്നുപോകുന്ന കൈത്തോടുകളും ചെറുതോടുകളൊക്കെ ഉണ്ടായിരുന്ന മേഖലയാണ്. അതെല്ലാം തന്നെ മൂടപ്പെട്ടതും ഈ ഒരു മേഖലയിൽ വെള്ളത്തിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുവാനും അത് മണ്ണിനടിയിലേക്ക് ഇറങ്ങിപ്പോകുവാനും അത് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെന്നും പരിശോധിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിർണായകമാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. കാരണം ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് നിശ്ചയിക്കുക. വിദഗ്ധ സമിതിയുടെ ഒരു അംഗം കൂടി, ഇവരുടെ സംഘത്തിലെ മുതിർന്ന അംഗം കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇപ്പോൾ സന്ദർശനം നടത്തിയ ഡോക്ടർ അനിൽ ദീക്ഷിത്തും ഡോക്ടർ ജിമ്മി തോമസും NHAന് ഈ സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറുക. ഒരുപക്ഷെ 2 ദിവസം സമയമെടുക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് നൽകിയ ശേഷം അതിൽ ചർച്ച ചെയ്താകും തുടർ നടപടികളിലേക്ക് പോവുക. അതേസമയം പ്രതിഷേധവും ഇത് സംബന്ധിച്ച് വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഈ നിർമ്മാണത്തിന്റെ കരാറെടുത്ത KNRL കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയും സംഘർഷത്തിലേക്ക് അത് വഴിമാറുകയൊക്കെ ചെയ്തതാണ്. ഇന്ന് കൂരിയാട് യൂത്ത് ലീഗാണ് സമരപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗിന്റെ സമരം രാവിലെ 9:30 അറിയാൻ കഴിയുന്നത്. ഒരു വശത്ത് ഈ ഒരു നാടിന്റെ തന്നെ അഭിമാനമായി മാറിയ, അല്ലെങ്കിൽ അഭിമാനം നമ്മൾ വിശേഷിപ്പിച്ച ദേശീയപാതയിലെ ഓരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ തീർക്കുകയാണ്. ഭവ്യ. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി കാസർഗോഡ്